അടുത്ത തെർമോഡൈനാമിക്സിൽ ലാസ്റ്റ് കോൺസെപ്റ്റ് വരുന്നത് സിപിയും സിവിയും, ഹീറ്റ് കപ്പാസിറ്റീസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ നോക്കാം, അതിൽ ആദ്യം വരുന്നത് മേയേഴ്സ് ഇക്വേഷൻ ആണ്. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ഇതാണ് മേയേഴ്സ് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമുക്ക് രണ്ട് സ്പെസിഫിക് കപ്പാസിറ്റി ഉണ്ട്. ഒന്ന് ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, രണ്ടാമത്തെ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാറും ഉണ്ട്, ഗ്രാമും ഉണ്ട്. അപ്പൊ ഇത് മോൾസിലാണ് പറയുന്നത്, രണ്ടാമത്തെ എന്താണ് ഗ്രാമിലാണ് പറയുന്നത്. അത് നമ്മൾ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതെന്താണ് എസ് പിയും എസ് വി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അടാ ഷോർട്ടാക്കി എസ് എച്ച് സി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഇവ നമ്മുടെ കണക്ഷൻ എന്താണ്? ഇത്രേ ഉള്ളൂ ജനറൽ ആയിട്ട്. ഇത് മോളാർ ഇസ് ഈക്വൽ ടു എന്താ മോളാർ മാസ് ഇൻറ്റു സി ആണ് സ്പെസിഫിക് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു മോളാർ മാസ് എം, എം ഇൻറ്റു എന്താണ് എസ്, എസ് പി എന്നുണ്ട്, എം ഇൻറ്റു എസ്. ഇതാണ് കണക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു മോളാർ മാസ് ഇൻറ്റു ഇതെന്താണ് ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതാണ് കണക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? ഇവിടെ സി പിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? എം എസ് പി ആവും, മൈനസ് ഇതിന്റെ സ്ഥാനത്ത് കൊടുക്കാം എം എസ് വി ആവും. കാരണം സിയെ നമുക്ക് എസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ എം കൊണ്ട് ഇന്ത്യ ചെയ്താൽ മതി. ഇത് ഈക്വൽ എന്താണ് ആർ. ഇവിടുന്ന് എം കോമൺ എടുത്തൂടെ? എം കോമൺ എടുത്തു. ബാക്കി എന്താ എസ് പി മൈനസ് എസ് വി ഈക്വൽ ടു ആർ. ഈ എം ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? എസ് വി മൈനസ് എസ് വി ഈക്വൽ ടു ആർ ബൈ എം. അപ്പൊ ഈ രണ്ടോ ഇക്വേഷൻ ഓർത്തിരിക്കാം. ഓർക്കേണ്ട ഇക്വേഷൻസ് ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഡിവൈഡ് എന്ത് കൊടുക്കണം? മോളാർ മാസ് കൊടുക്കണം, മറന്നുപോലെ. ഇനി ഇത് ഈ കേസില് നമുക്കറിയാം ഗാമ എങ്ങനെ കാണുന്നത്? സി പി ബൈ സി വി എന്നാണ്, ആണല്ലോ. ഇവിടുന്ന് സി പി എങ്ങനെ കാണാം? സി വി ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? സി പി ഈക്വൽ ടു ഗാമ ടൈംസ് എന്താണ് സി. ഈ ഇക്വേഷൻ ഈ സി പിയുടെ സ്ഥാനത്ത് വാല്യൂ എടുത്തേ. സി പിയുടെ സ്ഥാനത്ത് വാല്യൂ എടുക്കും. എന്തായി? ഗാമ സി വി മൈനസ് പിന്നെന്താണ് സി വി ഈക്വൽ ടു ആർ. എന്ത് കോമൺ എടുക്കാം? സി വി കോമൺ എടുത്തു. സി വി കോമൺ എടുത്തേ. ബാക്കി എന്താണുള്ളത്? ഗാമ മൈനസ് 1. ഇവിടെ സി പോകുമ്പോൾ ഗാമ, ഇവിടെ മൈനസ്, ഇവിടെ സി എന്താണ് 1 ഈക്വൽ ടു ആർ. അപ്പം സി വി ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഓർത്തിരിക്കും. സി വി ടി സി വി ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ എന്താണ് ഗാമ മൈനസ് 1. ഇൻ ടേംസ് ഓഫ് ഗാമയിൽ പറഞ്ഞാണ്, ഗാമയിലും ആറിലും പറയുന്നത്. അപ്പൊ സി പി എങ്ങനെ എഴുതും? മോളിലേറ്റുണ്ട്. സി പി എങ്ങനെ കാണാം? ഗാമ ടൈംസ് എന്താണ് സി വി. അപ്പൊ ഗാമ ഇൻറ്റു സി വി. സിയുടെ വാല്യൂ എത്രയാണ്? ആർ ബൈ എന്താണ് ഗാമ മൈനസ് 1. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. ഇത് വെച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ട് ചെയ്യാൻ വേണ്ടി. ഇനി അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന്, നമുക്ക് ഹീറ്റ് അബ്സോർബ്ഡ്, ഹീറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ശരി, നമുക്ക് എന്താണ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് അറ്റ് എന്ത് കാണും? കോൺസ്റ്റന്റ് വോളിയം കാണും. എങ്ങനെ? ഹീറ്റ് കാണാൻ ഒറ്റ ഫോമിലേ ഉള്ളൂ, എൻ. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അത് കോൺസ്റ്റന്റ് വോളിയം എന്താണ് വി. പിന്നെ എന്ത് ചെയ്തു? ഡെൽറ്റ ടി ആണല്ലോ, ഡെൽറ്റ ടി. പക്ഷേ ഇതിവിടെ കേസ് കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ട് നമുക്കറിയാം ഡെൽറ്റ ക്യൂ അങ്ങനെ കാണുന്നത് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ ഇല്ല. അപ്പൊ ഇവിടുത്തെ എമൗണ്ട് ഓഫ് ഹീറ്റ് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഇന്ത്യൻ എനർജി ഈക്വൽ ആയിരിക്കും. മറന്നുപോലെ ഇന്ത്യൻ എനർജിക്ക് ഈക്വൽ ആണ് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത് ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെയാണ്. ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇത് കാണാൻ പറ്റുന്ന എല്ലാം ഫസ്റ്റ് പാർട്ടി പറഞ്ഞാണ്, അതുമായി കണക്ട് ചെയ്ത് പറയാണ്. ഒന്നിവിടെ എൻ സിയുടെ വാല്യൂ നമുക്കറിയാം. എന്താ പറയുന്നത്? സിയുടെ വാല്യൂ. ഈ വാല്യൂ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടി? ആർ ബൈ ഗാമ മൈനസ് 1. പിന്നെ ഇവിടെ എന്തുണ്ട്? ഡെൽറ്റ ടി ആണല്ലോ.
NR delta T നോക്കിയാൽ മതി. NR delta T ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ പറയുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. അവിടെ എന്ത് എഴുതി? P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ എന്താണ്? ഗാമ മൈനസ് 1. ഇതിനാ ഇത് ഈക്വൽ ടു എഴുതിയിട്ടുണ്ട്. നോക്കിയാൽ മതി. പോളിട്രോപ്പിക് പ്രോസിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഇക്വേഷൻ കേട്ടല്ല. പല സ്ഥലം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഗ്രാഫില് പി ഡയഗ്രാം ആയിരിക്കും, ചിലപ്പോൾ ഗ്രാഫ് തരുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ ഡയഗ്രാം ആയിരിക്കും. അടുത്ത് ഇനി ഇത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു? ഇന്ത്യൻ എനർജി ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ എനർജി കാണാനുള്ള ഫോർമുല എന്താ? ഇന്ത്യൻ എനർജി ജനറൽ ഫോർമുല എന്താണ്? F/2 NR ഡെൽറ്റ T. ഇതും പറഞ്ഞിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് ഇതിൽ പറയാം. അപ്പൊ എന്ത് കിട്ടും? F/2 NR ഡെൽറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഈ വാല്യൂ കൊടുക്കാം. P2 V2 മൈനസ് P1 V1 ഡെൽറ്റ U ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ Q അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കും. ഈ ഒരു ഫോർമുലയും ഈ ഒരു ഫോർമുല എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കും. ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് വോളിയവുമായി ബന്ധപ്പെട്ടത്. കോൺസ്റ്റന്റ് വോളിയവുമായി ബന്ധപ്പെട്ടത്. അടുത്ത് ഡെൽറ്റ Q അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോഴേക്കും എന്താ ഫോർമുല എന്ന് പറയുക? ഈ ഫോർമുല തന്നെ. N അവിടെ എന്തോ ഒരു CP വരും, കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട്. പിന്നെന്താ? ഡെൽറ്റ T. CP സ്ഥാനത്ത് വാല്യൂ എടുക്കാം. എന്താ CPയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗാമ R ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. അപ്പൊ എന്ത് കിട്ടി? N CPയുടെ സ്ഥാനത്ത് വാല്യൂ എടുത്തു. ഗാമ R ഡിവൈഡ് ബൈ എന്താണ്? ഗാമ മൈനസ് 1 ഇൻറ്റു എന്താ? ഡെൽറ്റ T is equal to ഇവിടെ ഗാമ എഴുതി. ഗാമ ഡിവൈഡ് ബൈ എന്ത് കൊടുത്തു? ഗാമ മൈനസും കൊടുത്തു. ബാക്കി എന്താ ഉള്ളത്? NR ഡെൽറ്റ T. ഈ NR ഡെൽറ്റ T ഏത് ഈക്വലാ? ഇൻ ടേംസ് ഓഫ് പ്രഷർ വോളിയം വരുമ്പോഴേക്കും P2 V2 മൈനസ് P1 V1. ഇതാണ് ഡെൽറ്റ Q അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇത്രയേ ഉള്ളൂ തെർമോഡൈനാമിക്സിലെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന എല്ലാം പ്രോബ്ലംസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒരു PV ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 1 mole of an ideal diatomic gas undergoes a transition from A to B along a path AB as shown in the figure. The change in Indian energy of the gas during the transition is. നമുക്ക് ചേഞ്ച് ഇന്ത്യൻ എനർജി കാണണം. ഇവിടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, രണ്ട് ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലായി ഇനിഷ്യൽ പോയിന്റ് A ആണ്, ഫൈനൽ പോയിന്റ് B ആണ്. അപ്പം ഇനിഷ്യൽ ഫൈനൽ പോയിന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ എന്തുണ്ട്? ഇന്ത്യൻ എനർജി ചേഞ്ച് ഉണ്ട്. അപ്പൊ എങ്ങനെയാ കാണുന്നത്? ജനറൽ ആയിട്ട് ഡെൽറ്റ U ഈസ് ഈക്വൽ ടു കുറച്ച് നേരത്തെ എഴുതി. ജനറൽ ഫോർമുല എന്താ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു F/2 N ഡെൽറ്റ NR ഡെൽറ്റ T. പക്ഷെ എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ടെമ്പറേച്ചർ ഇല്ല. പക്ഷെ ഇത് പ്രഷർ വോളിയം ഉണ്ട്. അപ്പൊ ഇൻ ടേംസ് ഓഫ് എന്താക്കുക? പ്രഷറിൽ വോളിയം ആക്കുക. ഇത് അപ്പൊ എന്ത് ചെയ്തും? F/2 ഇത് മാറ്റും എന്ത് കിട്ടും? P2 V2 മൈനസ് എന്താണ്? P1 V1. F എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡയറ്റോമിക് ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണ്. മറന്നുപോലെ. ഫോർ മോണോ അറ്റോമിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 3 ആണ്. ഡയറ്റോമിക് ആണെങ്കിൽ 5 ആണ്. ഇവിടെ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ 7 ആണ് കേട്ടോ. ഡയറ്റോമിക് തന്നെ അറ്റ് വെരി ഹൈ എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയാണ്? 7 ആയിരിക്കും. ജസ്റ്റ് പറഞ്ഞോളൂ, ചോദിച്ചു കാണിച്ചില്ല. ഡയറ്റോമിക് എന്താണ്? ജനറൽ ആയിട്ട് 5 ആണ്. അവിടെ എന്താ കിട്ടും? ഇനി ഓരോ പ്രഷർ നോക്കാം. അത് ആ ഗ്രാഫിന് കിട്ടും. ഇതാണ് ഇനിഷ്യൽ പോയിന്റ്. അവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എവിടെ നിന്ന് എവിടേക്ക് പോയെന്നാ പറയുന്നത്? ഫ്രം A to B എന്നാ പറയുന്നത്. അപ്പൊ A ആണ് ഇനിഷ്യൽ പോയിന്റ്. അപ്പൊ ഇനിഷ്യൽ പോയിന്റ് വാല്യൂസ് എഴുതണം. ഇനിഷ്യൽ പോയിന്റില് എക്സ് ആക്സിൽ വോളിയം ആണ് 4, y ആക്സിൽ എന്താണ്? പ്രഷർ 5. യൂണിറ്റ് ഒക്കെ ഓർത്തിരിക്കണം. ഇവിടുത്തെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ 6, y ആക്സിൽ 2. വേണമെങ്കിൽ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതാം. വാല്യൂസ് അപ്പൊ F എത്ര കിട്ടി? F എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഡയറ്റോമിക് ആയതുകൊണ്ട്. ഇനി P1 ഇനിഷ്യൽ വോളിയം നടക്കുന്നത്
P1 എന്ന് പറഞ്ഞാൽ എത്ര 5 കിലോ പാസ്കൽ 5 കിലോ പാസ്കൽ ആണ് പാസ്കൽ ആക്കണം അപ്പൊ എന്താ 5 × 10⁻³ പാസ്കൽ ഇനി എന്ത് വേണം P2 ഇതാണ് ഇത് എത്രയാണ് 2 അല്ലേ വരുന്നത് 2 കിലോ പാസ്കൽ 2 × 10⁻³ എന്താണ് പാസ്കൽ V1 4 മീറ്റർ ക്യൂബ് V2 എന്താ വരുന്നത് 6 മീറ്റർ ക്യൂബ് എല്ലാം ഉണ്ട് എടുത്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു F 5 ഡിവൈഡ് ബൈ എത്രയാണ് 2 P2 V2 അതായത് 2 × 6 എത്ര കിട്ടാം 12 × എത്ര 10⁻³ ഇത് രണ്ടും അതിന്റെ 2 × 6 എത്ര 12 × 10⁻³ മൈനസ് P1 V1 5 ഇതാണ് P1 5 × 4 20 ഇൻറ്റു എന്താണ് ഇവിടെ എന്തുണ്ട് ഒരു 10⁻³ ഉണ്ട് 10⁻³ എന്താ കിട്ടുന്നത് അവിടെ ഇത് 5/2 തന്നെ എഴുതാം ഇവിടെ 10⁻³ കോമൺ എടുത്തു 10⁻³ പുറത്തു വന്നേ ബാക്കി എന്താണത് 12 - 20 എത്ര -8 അപ്പൊ അവിടെ എത്ര കിട്ടും 5/2 × 10⁻³ × -8 ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര 4 -4 × 5 -20 × 10⁻³ എന്താണ് ജൂൾ 10⁻³ ജൂൾ ഓപ്ഷൻ നോക്കുക ഓപ്ഷനില് -20 കിലോ ജൂൾ എന്നുണ്ട് കാരണം 10⁻³ എന്ന് പറഞ്ഞാൽ കിലോയാണ് അപ്പൊ ഞാൻ 10⁻³ മാറ്റി എന്ത് ചെയ്യണം -20 കിലോ ജൂൾ എന്ന് എഴുതാം ഓപ്ഷനുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി Cp/Cv ഈക്വൽ ടു ഗാമ in terms of degrees of freedom ഇതിന് ബ്രാക്കറ്റിൽ n എന്ന് പറയുന്നു നമ്മൾ F എന്ന് എടുത്തത് ഇത് ബ്രാക്കറ്റിൽ n എന്ന് പറയുന്നു is given by നമുക്ക് in terms of degrees of freedom പറയണം അപ്പൊ അത് പറയുന്നുണ്ട് നമുക്ക് അറിയാവുന്നത് CV ഈക്വൽ ടു മറന്നുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം nr/2 ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് CV ഈക്വൽ ടു nr/2 എന്നൊരു ഫോർമുല ഉണ്ട് ഞാൻ ഇവിടെ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് അല്ല വരുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് F ആട്ടാ FR/2 എന്ന് എഴുതേണ്ടത് പക്ഷെ ക്വസ്റ്റ്യനിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n എന്ന് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എന്ത് കൊടുത്തു അവിടെ nr/2 എന്ന് കിട്ടും കേട്ടാ ഇതോടെ മറന്നുപോലെ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയ ഇക്വേഷനാണ് CV ഈക്വൽ ടു nr/2 അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യണം ഇൻ ടൈംസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ പറയണം അപ്പൊ അതിനു വേണ്ടി മേയേഴ്സ് ഇക്വേഷൻ Cp - Cv ഈക്വൽ ടു R ഇതെവിടെ ഈ CV എപ്പുറത്തുണ്ടോ Cp ഈക്വൽ ടു Cv പ്ലസ് R Cp ഈക്വൽ ടു സിവിയുടെ സ്ഥാനത്ത് വാല്യൂ എടുത്തു nr/2 പ്ലസ് എന്താണ് R ഇവിടുന്ന് Cp ഈക്വൽ ടു R കോമൺ എടുത്താൽ ബാക്കി എന്ത് കിട്ടി n/2 പ്ലസ് 1 ഇൻറ്റു R ഇവിടുന്ന് R കോമൺ പോകുമ്പോൾ എന്താ n/2 ഇവിടുന്ന് R പോകുമ്പോൾ എത്രയാണ് 1 ഇനി നമുക്ക് എന്താ വേണ്ടത് ഇൻ ടേംസ് ഓഫ് ഗാമ അല്ലേ Cp/Cv അല്ലേ പറയുന്നത് അപ്പൊ ഞാൻ എന്താ ഗാമ എങ്ങനെ കാണാം Cp/Cv Cpയുടെ വാല്യൂ എടുത്ത് എഴുതി n/2 പ്ലസ് 1 ഇൻറ്റു R ഡിവൈഡ് ബൈ Cv എത്ര താടക്കണം nr/2 R ക്യാൻസൽ ഗാമ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എളുപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളൂ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം ഇവിടെ ആദ്യം n/2 ഉണ്ട് ഇവിടെ n/2 ഡിവൈഡ് ചെയ്തു അപ്പൊ n/2 ഡിവൈഡ് ബൈ എന്താണ് n/2 ഇവിടെ നടക്കുന്നുണ്ട് പ്ലസ് ഇവിടെ എന്താണത് 1 ഡിവൈഡ് ബൈ എന്താണ് n/2 സെപ്പറേറ്റ് ചെയ്തു n/2 ഉണ്ട് n/2 ഡിവൈഡ് ചെയ്ത് 1 ഡിവൈഡ് ചെയ്തു അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 1 പ്ലസ് ഈ 2 അങ്ങോട്ട് പോയി മുകളിലോട്ട് 2 × 1 2 ഡിവൈഡ് ബൈ എന്തുണ്ട് n അപ്പൊ ആൻസർ എന്താ 1 പ്ലസ് 2/n അതൊരു ഓപ്ഷൻ ഉണ്ട് നോക്കാം 1 പ്ലസ് 2/n ഓപ്ഷൻ എ ഫസ്റ്റ് പാർട്ടില് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ഞാൻ അവിടെ എഴുതിയ ഇക്വേഷൻസ് മാറി എടുത്ത് ചെയ്തു ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയത് പക്ഷെ എടുത്ത് എഴുതിയപ്പോൾ എന്ത് ചെയ്തു മാറിപ്പോയി അപ്പം ആ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ആ ഫസ്റ്റ് പാർട്ടിൽ ആ പോർഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യാം ആ ക്വസ്റ്റ്യൻ ഇതാണ് 1 mole of an ideal monoatomic gas undergoes a process described by the equation P³ is equal to a constant. The heat capacity of the gas during this process is heat capacity ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി P
v cube is a constant. ഏത് ഫോമുല ഇരിക്കുന്നത്? പോളിട്രോപിക് പ്രോസസ് ആണ്. അതെന്താ? pv raised to x is a constant. അപ്പൊ എക്സിന്റെ സ്ഥാനത്തിലുള്ളത് 3. അപ്പൊ എക്സിന്റെ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. പോളിട്രോപിക് ആണെങ്കിൽ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ കാണുന്നത്? ഹീറ്റ് കപ്പാസിറ്റി ആ ഒരു ഫോമുല ഉണ്ട്. ആ ഫോമുല ഇതാണ്, C is equal to CV plus R by 1 minus X. ഇവിടെ ഞാൻ അവിടെ എടുത്ത എഴുതിയ മിസ്റ്റേക്ക് വന്നത് CV യുടെ വാല്യൂസ് ഫോർ മോണോ അറ്റോമിക് ആണെങ്കിൽ CV എന്ന് പറഞ്ഞാൽ 3/2 R ആണ്. 3/2 R ആണ്. മറന്നുപോലെ ഇവിടെ CVക്ക് ജനറൽ ഫോമുല ഉണ്ട്. F R/2 എന്ന് പറയുന്നത് F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മോണോ അറ്റോമിക്കിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പൊ 3R/2. ഡയറ്റോമിക് ആണെങ്കിൽ CV എന്ന് പറഞ്ഞാൽ 5R/2 ആണ്. 5R/2. ഡയറ്റോമിക് ആകുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ മോണോ അറ്റോമിക് എന്ന് പറയുന്നു. അപ്പൊ സിയുടെ വാല്യൂ എത്രയാണ്? 3/2 R. അപ്പം C is equal to സിയുടെ സ്ഥാനം എത്രയാണ്? 3/2 R plus R by 1 minus X ന്റെ വാല്യൂ എത്ര? 3. C is equal to 3R/2. ഇവിടെ എത്ര കിട്ടാം? പ്ലസ് R by -2. ഈ മൈനസും പ്ലസും എന്തായി? മൈനസ് ആയി. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കൊടുക്കുകയാണ് മൈനസ് എന്ന്. മൈനസ്. അപ്പൊ എന്താ കിട്ടുന്നത്? ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ മൈനസ് ചെയ്യാ. 3R minus R. അപ്പൊ എത്ര കിട്ടി? 2R എന്ന് കിട്ടി. 2 കട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? R. അപ്പൊ ആൻസർ എത്രയാണ്? R. നോക്കുന്നു കറക്റ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എ മോണോ അറ്റോമിക് ഗ്യാസ് at a pressure P having a volume V expands isothermally to a volume 2V and then adiabatically to a volume 16V. The final pressure of the gas is bracket പറയുന്നുണ്ട് take gamma is equal to 5/3. അപ്പൊ ഗാമയുടെ വാല്യൂ 5/3 എടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആദ്യം എന്താ പറയുന്നത്? ആദ്യം ഫസ്റ്റ് ഒരു ഗ്യാസ് അതിന്റെ പ്രഷർ ഞാൻ ജനറൽ ആയിട്ട് പറയാം. P1 V1 T1 അതെന്തായി മാറുന്നു? P2 V2 T1 തന്നെയാണ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞു. ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പൊ എന്താണത്? ഇത് ഐസോതെർമൽ പ്രോസസ്. ഇനി ഇത് വീണ്ടും എന്തായി എക്സ്പാൻഡ് ചെയ്തു? അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു. P3 V3 T2 അഡിയബാറ്റിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ വ്യത്യാസം വരും. ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് ഇല്ലാത്തത്. ഇത് ഏത് പ്രോസസ് ആണ്? അഡിയബാറ്റിക്. അപ്പൊ എനിക്ക് ഈ ഫൈനൽ പ്രഷർ ആണ് കാണേണ്ടത്. ഓക്കെ, എന്തൊക്കെയുണ്ട് നോക്കാം. ആദ്യം ഈ കേസ് അപ്ലൈ നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഐസോതെർമൽ ആയിട്ട് എന്താ ഇക്വേഷൻ? P1 V1 equal to P2 V2. ഇതാണ്. അപ്പൊ ഓരോന്ന് നോക്കാം. P1 ക്വസ്റ്റ്യനിൽ പറയുന്നു ഇനിഷ്യൽ പ്രഷർ P എന്ന് പറയുന്നു. P1 തന്നിട്ടുണ്ട്. V1 തന്നിട്ടുണ്ട്. V1 എത്രയെന്ന് പറയുന്നു? V1 എന്ന് പറഞ്ഞാൽ V എന്ന് പറയുന്നു. അടുത്ത് P2 നമുക്ക് P2 തന്നെ എടുക്കാം. അത് കണ്ടുപിടിക്കാം. അടുത്ത് എന്താണുള്ളത്? ഫൈനൽ വോളിയം V2 അത് എത്രയെന്ന് പറയുന്നുണ്ട്? 2V എന്ന് പറയുന്നുണ്ട്. 2V. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുന്ന് ഞാൻ P2 അല്ലേ അറിയാത്തത്. ഇവിടെ ഞാൻ P2 കാണുകയാണ്. ഇവിടുന്ന് ഈ ഇക്വേഷൻ P2 കാണുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ P2 കാണുന്നത്? V2 ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? P2 is equal to ഇവിടെ എന്തുണ്ട്? P1 V1 ഡിവൈഡ് ബൈ എന്താണ്? V2. ഇവിടെ P2 is equal to P1 ന്റെ വാല്യൂ എന്താണ്? P. V1 എത്രയാണ്? V ഡിവൈഡ് ബൈ V2 എത്ര? 2V. V ക്യാൻസൽ. അപ്പൊ P2 ന്റെ വാല്യൂ എത്ര കിട്ടി? P/2 എന്ന് കിട്ടി. P2 എത്ര കിട്ടി? P/2. അവിടെ ഇരിക്കട്ടെ. ഇനി അഡിയബാറ്റിക് അവിടെ ഇക്വേഷൻ എന്തായിരുന്നത്? P1 V1 raised to gamma. അഡിയബാറ്റിക് എന്ത് വരും? raised to gamma ഉണ്ട്. സ്പെസിഫിക് ഹീറ്റ് സ്പെസിഫിക് റേഷ്യോ ആണ്. is equal to P2 V2 raised to gamma. ഗാമയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3/5 എന്ന 5/3 എന്നാ പറഞ്ഞത്. 5/3 എന്നാ പറയുന്നത്. ഓക്കെ, ഇവിടെ വെച്ച് അപ്ലൈ ചെയ്യാം. ഇവിടെ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? P2 V2 ഇവിടെ എന്തായിരുന്നത്?
P3 V3 ഇത് വെച്ച് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇനിഷ്യൽ, ഇത് ഫൈനൽ. അപ്പൊ അവിടെ നമ്മൾ കാണേണ്ടത് P3 ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടുന്ന് P3 കണ്ടുപിടിച്ചാൽ എന്തായിട്ടുള്ളത്? P3 ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് ക്രോസ് ആയില്ലേ, എന്ത് കിട്ടും? P2 V2 raised to gamma ഡിവൈഡ് ബൈ എന്താണ്? V3 raised to gamma. രണ്ടുപേർക്ക് raised to gamma ഇല്ലേ, അപ്പൊ കോമൺ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? P3 ഈക്വൽ ടു P2 ഇൻറ്റു ഇവിടെ എന്താണ്? V2 by V3 the whole raised to gamma. അപ്പൊ ഇത് ഓരോ വാല്യൂസ് കൊടുക്കാം. അപ്പൊ എന്തൊക്കെ വാല്യൂസ് ഉണ്ട് നോക്കാം. P2 നമ്മൾ കണ്ടുപിടിച്ചു, P/2. ഇനി V2 നമുക്കറിയാം 2V. V3 അവസാനം ഓളെ എത്ര 16V എന്ന് പറയുന്നു. അപ്പൊ എന്താ കിട്ടും? P3 ഫൈനൽ പ്രഷർ കണ്ടുപിടിക്കേണ്ടത്. P2യുടെ സ്ഥാനം എന്ത് കൊടുത്തു? P/2. അടുത്ത് V2 എത്രയാണ്? 2V ഡിവൈഡ് ബൈ എത്ര? 16V the whole raised to 5/3. ഇതെവിടെ നിന്ന് കട്ട് ചെയ്തു? ഇത് 2 വെച്ച് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പൊ എന്താ കിട്ടുന്നത്? P3 ഈക്വൽ ടു P/2. ഇവിടെ 1/8 അല്ലേ, അപ്പൊ എന്താ? 1/8 raised to എത്രയാണ്? 5/3. കാരണം 1 raised to കൊടുക്കേണ്ട ആവശ്യമില്ല. 1 raised to എന്ത് കൊടുത്താൽ ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 8 raised to 5/3 എങ്ങനെ ചെയ്യും? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാണ്? 8ന് ഇവിടെ നോക്കാം, എങ്ങനെയാണ്? 8 raised to 5/3. ഇതിനെങ്ങനെ എഴുതി? 8ന് 2 ക്യൂബ് എന്ന് എഴുതി. 2 ക്യൂബ് 8 ആണ്. പിന്നെ ഹോൾ റേസ് ടു എന്തുണ്ട്? 5/3 ഉണ്ട്. അപ്പൊ ഈ 3 ക്യാൻസൽ ആവും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2 raised to 5 എന്ന് കിട്ടും. 2 raised to 5. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 2 raised to 5. അപ്പൊ ആൻസർ എത്ര? P/2. അപ്പം ഇതിന്റെ ആൻസർ എത്രയാണ്? 1/2 raised to 5. ഇവിടെ ഇൻറ്റു ആണ്. 2 raised to 5. ഈ 2 കൂടെ എടുത്ത് ഇവിടെ എഴുതാണെങ്കിൽ 2 raised to എത്രയായി? 6 ആയി. അപ്പൊ എത്രയാ? P divided by 2 raised to 6. എത്രയാ 2 raised to 6 എന്ന് പറഞ്ഞാൽ? 2, 4, 8, 16, 32, 64. അപ്പൊ എത്ര കിട്ടും? P/64. അപ്പൊ എത്ര ആൻസർ? ഫൈനൽ ആൻസർ എന്താണ്? ഇനിഷ്യൽ പ്രഷർ ഡിവൈഡ് ബൈ എത്രയാണ്? 64. ഇനിഷ്യൽ പ്രഷർ P ഡിവൈഡ് ബൈ എത്രയാണ്? 64. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ആൻ അഡിയബാറ്റിക് പ്രോസസ് the pressure of a gas is found to be proportional to the cube of its temperature. The ratio of Cp to Cv. Cp to Cv എന്ന് പറഞ്ഞാൽ ഗാമ കാണാൻ വേണ്ടിയാ. For the gas is. ഇപ്പൊ ക്വസ്റ്റ്യനില് അഡിയബാറ്റിക് പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ പറയുന്നത് pressure is directly proportional to cube of temperature എന്ന് പറയുന്നു. കണ്ടുപിടിക്കേണ്ട ഗാമയാണ് Cp/Cv എന്ന് പറഞ്ഞ ഗാമ ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെയാക്കി P is equal to constant into എന്താണ്? T cube. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ T cube ഇങ്ങനെ വന്നു. അപ്പൊ എന്ത് വരും? P/T cube. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്യുന്നത്. P/T cube is a constant. T cube മോളിപ്പോയി. അപ്പൊ എന്തായി? P/T raised to -3. താഴെ മോളിപ്പോയി എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈനാണ്. is a constant. ഏതോ ഒരു കോൺസ്റ്റന്റ് ഇതാണല്ലോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അറിയാവുന്നൊരു കേസ്. നമ്മൾ ഏതെടുത്താൽ PV=NRT യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷനാണ്. ആണല്ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. എന്താ? PV = NRT. അപ്പൊ ഇവിടെ നോക്കി T കാണുന്നു, ഇവിടെ നിന്ന് T കാണുന്നു. അപ്പൊ T കാണുമ്പോൾ എന്താ കിട്ടുന്നത്? NR ഡിവൈഡ് ചെയ്യും. അപ്പൊ T = ഇവിടെ എന്തുണ്ട്? PV ഡിവൈഡ് ബൈ എന്താണ്? NR. PV ഡിവൈഡ് ബൈ NR. അപ്പൊ ഈ ഇക്വേഷനിൽ അത് കൊടുക്കുകയാണ്. അപ്പം P അതുപോലെ എഴുതി. ടിയുടെ സ്ഥാനത്ത് എന്താണ്? PV ഡിവൈഡ് ബൈ എന്താണ്? NR the whole raised to -3 is a constant. എന്തുകൊണ്ടാ ടെമ്പറേച്ചർ കളഞ്ഞത്? കാരണം ഗാമയാണ് കാണേണ്ടത്. അഡിയബാറ്റിക് ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചോളൂ. V raised to gamma is a constant. ഇവിടെ എന്തും വരാം. അപ്പൊ നമുക്ക് വേണ്ട പ്രഷർ ഓളെ വേണ്ട, ടെമ്പറേച്ചർ വേണ്ട. അപ്പൊ ടെമ്പറേച്ചറിനെ കളയാൻ വേണ്ടിയാണ് നമ്മൾ എന്തെടുത്തത്? ഈക്വേഷൻ വെച്ച് ടെമ്പറേച്ചർ കളയണം, അല്ലെ ടെമ്പറേച്ചർ മാറ്റി എന്താക്കി മാറ്റണം? ഓളിയം ആക്കി മാറ്റണം, എങ്കിലേ ഗാമ കിട്ടും. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ എഴുതി. അപ്പൊ എന്ത് കിട്ടും? P ഈ -3 എല്ലാവരും കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? P raised to -3. ഈ P അതുപോലെ എഴുതിയേ. ഇവിടെ P raised to -3. ഇവിടെ എന്താണ്?
v raised to minus 3. ഇവിടെ എന്താ n raised to minus 3. ഇവിടെ എന്താണ് r raised to minus 3 is a constant. നമ്മൾ ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ നമ്പേഴ്സാ. നമ്പറിന്റെ പവർ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ എന്തായി കിട്ടുന്നത്? കോൺസ്റ്റൻസ് ആയി കിട്ടുന്നത്. ഇതൊന്നും വേരിയബിൾ അല്ല, ഇതൊക്കെ ഒരു നമ്പേഴ്സ് ആണ്. നമ്പറിന്റെ പവർ എന്ത് തന്നെ കൊടുത്താലും മറ്റൊരു നമ്പർ ആണ് കിട്ടുന്നത്, മറ്റൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ്. അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ടാ ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മറ്റൊരു കോൺസ്റ്റന്റ് കിട്ടും. ബാക്കി എന്തൊക്കെയുള്ളത്? ഇവിടെ p raised to 1 ഉണ്ട്. ഞാൻ ഒറ്റ p ആണ് p. ഇവിടെ 1, ഇവിടെ -3, 1 - 3 -2. ഇവിടെ എന്താണത്? v raised to minus 3 is a constant. ഇത്രയും വേരിയബിൾ ആയിട്ടുള്ളൂ, ഇത് രണ്ട് കോൺസ്റ്റന്റ് ആണ്, അത് കോൺസ്റ്റന്റ് ആക്കി. കോൺസ്റ്റന്റ് ആണ് കളഞ്ഞാണ്, ഇങ്ങോട്ട് ക്രോസ് ചെയ്തേട്ടാ അത് മറ്റൊരു കോൺസ്റ്റന്റ് കിട്ടും. ജസ്റ്റ് കോൺസ്റ്റന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എനിക്ക് ഇവിടെ ഈ ഫോർമുല വേണ്ടത് എന്ന് പറഞ്ഞാൽ p യുടെ പവർ എത്രയാവണം? 1 ആവണം. p യുടെ പവർ 1 ആവണം. p യുടെ പവർ എങ്ങനെ 1 ആക്കും? അവിടെ സ്ക്വയർ ആണ്, നമ്മൾ എങ്ങനെ ആക്കും? ഇവിടെ സ്ക്വയർ ആയിരുന്നു, ഇവിടുന്ന് p കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കാണും? സ്ക്വയർ റൂട്ട് കാണും. സ്ക്വയർ റൂട്ടിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇവിടെ ക്യൂബ് ആയി നമ്മൾ എന്ത് കാണും? ക്യൂബ് റൂട്ട് കാണും 1/3. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് കാണുന്നു? -2ന്റെ റൂട്ട് കാണുന്നു, -2ന്റെ റൂട്ട് കാണുന്നു, അതായത് 1/-2 കാണുന്നു. ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് കണ്ടു? 1/-2. ഇവിടെ എന്താണ്? ഓൾറെഡി -3 ഉണ്ട്. ഇത് ഹോൾ റേസ്ഡ് എന്ത് എടുത്തു? -1/2 ഇസ് എ കോൺസ്റ്റന്റ്. അപ്പുറത്തും കാണും അനദർ കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ ഇത് ചെയ്യാണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എന്ത് വേണം? ഇവിടെ വാല്യൂ 1 വേണം, അതിന് വേണ്ടിയാ. അപ്പൊ ഈ 2 2 ക്യാൻസൽ, മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പൊ എന്ത് കിട്ടിയ ആൻസർ? p raised to 1. ഇവിടെ എന്താ? ഇവിടെ ക്യാൻസൽ ആവുന്നില്ല. -3 into -1. അപ്പൊ എന്ത് കിട്ടി? 3. v raised to 3/2 is a constant. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? v raised to gamma. ഗാമയുടെ സ്ഥാനത്ത് എന്താണത്? 3/2. അപ്പൊ ഗാമയുടെ വാല്യൂ എത്ര കിട്ടി? 3/2. അതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് cp/cv ആണ് കാണാൻ പറഞ്ഞത്. cp/cv ആർക്ക് ഈക്വല? ഗാമയ്ക്ക് ഈക്വല. ഗാമ എത്രയാണ്? 3/2. ഈ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The amount of heat energy required to rise the temperature of 1 gram of helium at NTP from T1 to T2. നമുക്ക് എന്താ കാണേണ്ടത്? അവിടെ എമൗണ്ട് ഓഫ് ഹീറ്റ് ആ കാണേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നത് ടു റൈസ് ദ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെങ്കിൽ അതെന്തല്ല? ഐസോതെർമൽ അല്ല. അപ്പൊ പ്രോസസ് ഐസോതെർമൽ അല്ല. ഒന്ന്. രണ്ടാമത്തത് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പൊ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അഡിയബാറ്റിക്കും അല്ല. അപ്പൊ രണ്ട് പ്രോസസ് പോയേ. ഇത് രണ്ട് പ്രോസസ് ഉള്ളത്. ഏതൊക്കെയാണുള്ളത്? ഐസോബാറിക്കും ഉണ്ട്, ഐസോകോറിക്കും ഉണ്ട്. ഞാൻ ഓപ്ഷൻസ് വെച്ച് ഞാൻ ആദ്യം ഐസോകോറിക് എടുക്കുകയാണ്. ഓപ്ഷൻസ് വെച്ച് 3/2 ഒക്കെ വരുന്നതുകൊണ്ട് ഓപ്ഷൻസ് വൈസ് എന്തിരിക്കുന്നു? ഐസോകോറിക് അറ്റ് കോൺസ്റ്റന്റ് ഓള് പഠിക്കുകയാണ് കേട്ടാ. അറ്റ് കോൺസ്റ്റന്റ് ഓളിപ്പിലാണ് ഈ മോളിൽ 3 വരുന്നത്. മറ്റേ നമ്മള് CP പഠിക്കുമ്പോൾ അതായത് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ 5 ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ പ്രോസസ് എന്താണ്? ഐസോകോറിക് ആണ്. ഓപ്ഷൻ വെച്ചാണ് അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയുണ്ട് ഉള്ള കാര്യങ്ങൾ? മാസ് തന്നിട്ടുണ്ട് 1 gram, അത് പറയുന്നുണ്ട്. പിന്നെ ക്യൂ ആണ് കാണേണ്ടത്. ക്യൂ കാണുന്ന ഫോർമുല എന്താണ്? ഫോർ ഐസോകോറിക് പ്രോസസ്. ക്യൂ എങ്ങനെ കാണും? ഐസോകോറിക് ആണെങ്കിൽ ക്യൂ ആർക്ക് ഈക്വലാ? ഡെൽറ്റ യു ഈക്വൽ ആണ്. നമ്മുടെ വർക്ക് 0 ആണ്. കോൺസ്റ്റന്റ് ഓളിയം ആണെങ്കിൽ വർക്ക് 0. ഇത് എങ്ങനെ കാണുന്നത്? f/2 n r ഡെൽറ്റ ടി. ഒരുപാട് പ്രാവശ്യം ചെയ്തത് f/2 n r ഡെൽറ്റ ടി. അവിടെ എന്ത്? അടുത്ത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഹീലിയം ആണ്. ഹീലിയം ഏതാ? മോണോറ്റോമിക് ആണ്. അതുകൊണ്ട് എത്ര? 3/2 n. n അങ്ങനെ കാണും. അപ്പൊ ഓപ്ഷനിലൊന്നും n ഇല്ല. നിങ്ങൾ നോക്കി അറിയാം. ഓപ്ഷനൊന്നും n ഇല്ല. എന്നും ഇല്ല, ആറും ഇല്ല. ടെമ്പറേച്ചർ ഉണ്ട്, ഡെൽറ്റ ടി ചേഞ്ച് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കാര്യം, n മാറ്റം, r മാറ്റം. എങ്ങനെ മാറും? n കാണുന്ന ജനറൽ ഫോർമുല നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാണ്. ഗിവൺ മാസ് അല്ലെ മാസ് ഓഫ് സാമ്പിൾ ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് ആണല്ലോ n ആണെന്ന്. ഇനി മാസ് ഓഫ് സാമ്പിൾ എത്ര? 1 gram. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 4. 1/4. അപ്പൊ n ആയി, n മാറി. ഇനി r വേണം. r എങ്ങനെ കാണുന്നത്? അത് കൈനറ്റിക് ഓഫ് ഗ്യാസിൽ പഠിക്കുന്നത്. r നമുക്ക് ഇങ്ങനെ കാണാം, NA × KB.
എന്താ എൻ എന്ന് പറഞ്ഞ അവഗാഡ്രോ നമ്പർ, എന്താ കെ വി എന്ന് പറഞ്ഞ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, ലാ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എടുക്കുമ്പോൾ അവിടെ ഇത് പറയാം. ഇപ്പോഴത്തേക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ആർ അങ്ങനെ കാണാം, അവഗാഡ്രോ നമ്പർ ഇൻറ്റു ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. കാരണം നമ്മൾ ഓപ്ഷനില് എന്നെയും കെ വി ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയായി? എന്റെ സ്ഥാനം എന്ത് കൊടുത്തു? 1/4. ആറിന്റെ സ്ഥാനത്ത് എന്താണ്? NaKB. ഈ ഡെൽറ്റ ടി എങ്ങനെ കാണും? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T2 മൈനസ് T1. ക്വസ്റ്റിൽ പറയുന്നുണ്ട് T1 T2 ആയി, T2 മൈനസ് T1, T2 മൈനസ് എന്താണ്? T1. അപ്പം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 8 മോൾ എന്താണ്? 3. ഇവിടെ എന്താ? NaKB T2 മൈനസ് T1. നോക്കാം, ഇതാണ് ഫൈനൽ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ഉണ്ട്. ഒരു 3/8 ഉള്ളൂ. 3/8 NaKB T2 മൈനസ് T1. ഒന്നിൽ മാത്രമേ ഡിവൈഡ് എന്ത് വരുന്നുള്ളൂ? 8 വരുന്നുള്ളൂ കേട്ടാ. അപ്പൊ എന്തുകൊണ്ട് ഐസോകോറിക് എന്നുള്ളത് അസ്യൂം ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാത്തിനും 3 വരുന്നതുകൊണ്ടാണ് അസ്യൂം ചെയ്തത് കേട്ടാ. ഐസോകോറിക്കും വരാം, ഐസോബാറിക്കും വരാം. ഈ ക്വസ്റ്റിനിൽ അതായത് കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ അല്പം ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് പറയണം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയണം. പറഞ്ഞില്ല, നമ്മൾ ആ ഓപ്ഷൻ വെച്ചാണ് അസ്യൂം ചെയ്തത്. തെർമോഡൈനാമിക്സില് ഒരു പാർട്ട് ഉണ്ട് കേട്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ. അടുത്തിനി പറയാൻ പോകുന്ന എല്ലാം ഗ്രാഫുകളാണ്. ഞാൻ കഴിഞ്ഞ പാർട്ടി പറഞ്ഞ ഗ്രാഫുകളാണ്. PT ഗ്രാഫ്, PT ഗ്രാഫ്, VT ഗ്രാഫ്, അതുപോലെ തന്നെയാണ് PV ഗ്രാഫ്, അതുപോലെ സൈക്ലിക് പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്, സൈക്ലിക് പ്രോസസ്. അപ്പൊ ഇത്രയും നമ്മൾ അടുത്ത പാർട്ട്, അതുകൊണ്ട് ആകുമ്പോൾ തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ആവും. തെർമോഡൈനാമിക്സ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചോദിക്കുന്നത് കേട്ടോ. നീറ്റിന് ഏറ്റവും വെയിറ്റേജ് ഉള്ളത് തെർമോഡൈനാമിക്സ് ആണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, പഠിക്കാൻ എളുപ്പമാണ്. ശരി, അപ്പൊ അടുത്ത നെക്സ്റ്റ് പാർട്ട് ഒരു പാർട്ട് കൂടെ ഉണ്ട്, അതുകൊണ്ട് നാളെ അപ്ലോഡ് ചെയ്യും.